നാട്ടിൽ നിന്ന് പ്ലെയിൻ കയറുമ്പോഴേ എൻ്റെ മനസ്സിൽ ബാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ATV റൈഡ്, അവിടുത്തെ ATV റൈഡ് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിപ്പോകുന്നത്. പക്ഷേ എനിക്ക് ബാലിയെ പറ്റി അത്ര ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ നാട്ടിലത്തെ ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് അവിടെയും. അപ്പോൾ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ATV റൈഡ് ഇല്ലല്ലോ. അലാസ് ഹാറൂം എന്നല്ല സെർച്ച് ചെയ്യേണ്ടത്, അലാസ് അഡ്വഞ്ചർ, അലാസൻ അഡ്വഞ്ചർ അല്ലേ. റൈസ് ടെറസ് ആണുള്ളത്. ഈ റൈസ് ടെറസ് നമ്മളുടെ പാടത്തിലും കണ്ടത്തിലും ഉള്ളതാണ്. ATV റൈഡ് ആദ്യം പോവാല്ലേ. നാട്ടിൽ നിന്ന് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വന്നത് വൈഫാണ്. അതുകൊണ്ട് തന്നെ അലാസ് ഹാറൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഈ ATV റൈഡിന് വേണ്ടി പോയത്. പക്ഷേ അവിടെ നമ്മളുടെ ഇൻഫിനിറ്റി പൂളും റൈസ് ടെറസും പിന്നെ ആ സ്വിങ്ങിലാടുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ തന്നെ സിസ്റ്റർഹുഡ് സ്ഥാപനമായിട്ടുള്ള അലാസ് അഡ്വഞ്ചറിലാണ് ATV റൈഡ്സ് നടക്കുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മളുടെ ടാക്സിക്കാരൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ അലാസ് അഡ്വഞ്ചറിൽ പോകുന്നത്? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ATV റൈഡ് കൂബർ ATV റൈഡ് ആണെന്ന്. ഏത് ATV റൈഡായാലും ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ വണ്ടി ഈ നമ്മളുടെ ATV തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുമ്പോൾ ആദ്യത്തിൽ നമ്മൾ ഇച്ചിരി വലഞ്ഞു പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മുൻപ് ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെയും ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അതിന് നമുക്ക് വേണ്ടത് നല്ല ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവുന്ന ഒരു സ്ഥലം എടുത്താൽ മാത്രം മതി. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് ഈ ATV ട്രാക്സും ATV മെയിൻ സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ATV ബുക്ക് ചെയ്താൽ മതി, അല്ലാതെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വരണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ATV പലതും ഗൂഗിൾ മാപ്സിലും കാര്യങ്ങളിലൊക്കെ കണ്ട് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് എത്താൻ പറ്റിയില്ല എന്ന് വരും. ചെറിയൊരു തോതിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നമ്മളെ ഇതിനെ ഇറക്കുന്നത്. ഒരു 5 മിനിറ്റത്തെ ഇൻസ്ട്രക്ഷൻസാണ്. ഇവിടെ വന്ന് 2 മിനിറ്റിൽ എനിക്ക് ATV ഓടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മതിയായി. അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഇനീഷ്യലി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നല്ല ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് എല്ലാം പറഞ്ഞു തന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇതിന് നമുക്ക് ടിക്കറ്റ്സ് വരുന്നത് 2 രീതിയിലാണ്. ഒരാൾ തനിയെ ഒരു ATV എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് 600,000 ആണ് ഒരാൾക്ക് വരുന്നത്. അതേസമയം 2 പേര് ചേർന്ന് ഒരു ATVയിൽ റൈഡ് ചെയ്യുകയാണെങ്കിൽ 1 മില്യൺ ആണ്. ഇത് നമ്മളുടെ നാട്ടിലെ കറൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 4,000-6,000 രൂപയായിട്ട് വരും. ATV റൈഡ് 1 മണിക്കൂറും പിന്നെ ഒരു കോംപ്ലിമെൻ്ററി ഫുഡുമാണ് ഈ പാക്കേജിൽ വരുന്നത്. അരമണിക്കൂറത്തെ റൈഡിന് ശേഷം ചെറിയൊരു ബ്രേക്കായിട്ട് ഒരു ചെറിയൊരു കഫേയിൽ നിർത്തി. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണ്ട. ലാസ്റ്റ് നമ്മൾ കൗണ്ടറിലേക്ക് പോകുമ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൗണ്ടറിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് ഇതിൻ്റെ പൈസ അടയ്ക്കേണ്ടത്. നമ്മളുടെ ആ ഒരു ടാഗ് വെച്ചിട്ടും പേര് നോട്ട് ചെയ്തിട്ടുമാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂർ ഓടിച്ചപ്പോഴേക്കും സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇനിയും അത് നല്ലപോലെ ഓടിച്ച് എല്ലാത്തിനെയും വെട്ടിക്കണം എന്നൊക്കെയുള്ള ഒരു വാശിയും ഒക്കെ വന്നു. നിർത്താൻ വേണ്ടിയിട്ടാണ്
നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ സ്ട്രോങ് ബൈക്ക് എടുത്തത്. പല ടെറൈൻസിലൂടെയും സ്ലോപ്പും ഡൗൺസും പിന്നെ വാട്ടർഫോളിൻ്റെ ഇടയ്ക്ക് കൂടെയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടെറൈനായിരുന്നു നമ്മുടെ അലാസൻ അഡ്വഞ്ചർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഓടിച്ച് പഠിക്കാനൊക്കെ ഉള്ളൊരു സമയവും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കനാല് പോലത്തെ ഒരു ഏരിയയിലേക്കൂടെയാണ് പിന്നെ ഒരു 4 റൗണ്ടാണ് നമുക്ക് കിട്ടിയത്. ആ 4 റൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി ഓടിക്കാം എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വെട്ടിച്ച് ലാസ്റ്റ് ഒരു മദാമ മാത്രം ഏറ്റവും മുന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് പൊസിഷനിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഒന്ന് കാണിച്ച കൊലം കാണിച്ചു. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മുടെ ATVs കഴുകി കുട്ടപ്പനാക്കിയിട്ടാണ് നമ്മുടെ അലാസൻ അഡ്വഞ്ചറിൽ വെക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് അടിപൊളി ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റീപ്പ് കയറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി പുള്ള് കുറവായിരുന്നു. 250cc ബൈക്കായിരുന്നു എടുത്തത്. അപ്പോൾ ഇച്ചിരി പുള്ള് കുറവായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളുടെ ഇൻസ്ട്രക്ടർ 450cc ഒരു വണ്ടിയിൽ വന്നിട്ട് പിന്നീന്ന് നൈസായിട്ടൊന്ന് മുട്ടിച്ച് നമ്മളെ കയറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. അതുപോലെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അലാസൻ അഡ്വഞ്ചർ ഞങ്ങൾക്ക് തന്നത്. ഇനിയും വരുവാണെങ്കിൽ ഇവിടെ തന്നെ വരുള്ളൂ എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മളുടെ കോംപ്ലിമെൻ്ററി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കോംപ്ലിമെൻ്ററി ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 4-5 ഐറ്റംസാണ് അവർ തരിക. അതിൽ നിന്ന് നമുക്ക് സെലക്റ്റഡ് ആയിട്ട് ഓരോരുത്തർക്കും ഏത് ഐറ്റമാണ് വേണ്ടത് അത് മേടിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ മെയിൻ മെനുവും നമുക്ക് തരും. അത് നമ്മൾ പെയ്ഡാണ്. വൈഫ് എടുത്തത് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. നാസി ഗൊറാങ് എന്ന് പറഞ്ഞുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഞാൻ എടുത്തത് ജസ്റ്റ് ബർഗറാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു മാംഗോ ജ്യൂസും കൂടെ സെപ്പറേറ്റ് ഓർഡർ ചെയ്തു. പിന്നെ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പണിയായല്ലോ എന്ന് തോന്നി. കാരണം ഇവിടങ്ങളിൽ എനിക്ക് തോന്നുന്നു മാങ്ങ അത്ര അധികം കോമൺ അല്ല തായ്ലൻഡിലെ പോലെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് പച്ചമാങ്ങ ഇച്ചിരി പഴുപ്പാകുമ്പോഴുള്ള ആ ഒരു സ്റ്റേജാണ് ഇവിടെ മാംഗോ ജ്യൂസായിട്ട് കിട്ടുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക ഹോട്ടലുകളും നമ്മളുടെ റൈസ് ടെറസ് ഫേസ് ചെയ്ത് ഒരു ഇൻഫിനിറ്റി പൂളും റെസ്റ്റോറൻറ്റും ആയിട്ടാണ് ഇവിടങ്ങളിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അലാസ് ഹാറൂമിൽ ജസ്റ്റ് റൈസ് ടെറസ് മാത്രം കാണാനായിട്ട് പോകാഞ്ഞത്. ബാലി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ATV റൈഡ്. ഇത് മിസ്സായി കഴിഞ്ഞാൽ ബാലി അല്ലാതെ ആവും. അത്രയും അടിപൊളിയാണ്.